എക്കാലത്തും പലസ്തീനികൾക്കൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ള രാജ്യമാണ് നിക്കരാഗോ. ഈ മധ്യ അമേരിക്കൻ രാജ്യം ജർമ്മനിക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പരാതി നൽകിയെന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ്. ജർമ്മനി ഇസ്രായേലിന് ആയുധം നൽകുന്നതിനെതിരെയാണ് കേസ്. ഗാസയിൽ വംശഹത്യയ്ക്ക് ജർമ്മനി ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് എന്നാണ് നിക്കരാഗോ വാദിക്കുന്നത്. ജനീവ ഉടമ്പടി നിരന്തരം ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് നിക്കരാഗോ പറയുന്നു. ലോക കോടതിക്ക് മുമ്പാകെ ഇസ്രായേൽ അധിനിവേശവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ കേസാണിത്. ആദ്യം ദക്ഷിണാഫ്രിക്കയും പിന്നീട് UN പൊതുസഭയുമായിരുന്നു കേസുമായി എത്തിയത്. അതിനിടെ 6 മാസത്തിനിടെ ആദ്യമായി ഗാസയിലേക്ക് ഒരു ദിവസം 300-ലേറെ സഹായ ട്രക്കുകൾ ഇസ്രായേൽ കടത്തിവിട്ടു. രാജ്യാന്തര സമ്മർദ്ദം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളുമായി 322 ട്രക്കുകൾ ഗാസയിലേക്ക് തിരിച്ചത്. തെക്കൻ ഗാസയിലെ റാഫ, കറം, അബൂസലം അതിർത്തികൾ വഴി ഭക്ഷണവുമായി 228ഉം മറ്റ് അവശ്യവസ്തുക്കളുമായി അവശേഷിച്ചവയും അതിർത്തി കടന്നു. വെള്ളം, പഞ്ചസാര, ധാന്യപ്പൊടി എന്നിവയാണ് ഇവയിലുണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ ഒരു ട്രക്ക് പോലും കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്ന വടക്കൻ ഗാസയിലേക്ക് പോകാൻ ഇസ്രായേൽ അനുവദിച്ചിട്ടില്ല. അതിനിടെ ഗാസ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേലിന് മേൽ വ്യാപാര നിയന്ത്രണങ്ങളുമായി തുർക്കിയും രംഗത്തെത്തിയിട്ടുണ്ട്. സിമന്റ്, ഉരുക്ക്, ഇരുമ്പ് തുടങ്ങി 54 വസ്തുക്കളുടെ കയറ്റുമതിക്കാണ് നിയന്ത്രണം. ഗാസയ്ക്ക് വ്യോമമാർഗം സഹായം നൽകാനുള്ള ശ്രമം ഇസ്രായേൽ തടഞ്ഞെന്ന് കഴിഞ്ഞ ദിവസം തുർക്കി ആരോപിച്ചിരുന്നു. പിന്നാലെയാണ് വ്യാപാര നിയന്ത്രണം കൊണ്ടുവന്നത്. ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഗാസയിലേക്ക് തടസ്സമില്ലാതെ ജീവകാരുണ്യ സഹായം എത്തിക്കാനുള്ള വഴി തുറക്കുകയും ചെയ്യും വരെ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് തുർക്കി വ്യാപാര മന്ത്രാലയം വ്യക്തമാക്കി. അവ ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്നും അതിന് പ്രസിഡന്റ് അംഗീകാരം നൽകിയെന്നും തുർക്കി വിദേശകാര്യമന്ത്രി അറിയിച്ചു. ഗാസയ്ക്ക് കൂടുതൽ സഹായം അനുവദിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഫ്രാൻസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 6 മാസം മുമ്പ് ഒക്ടോബർ 7-ന് ഗാസയിൽ ആരംഭിച്ച ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 30,000-ന് മുകളിലാണ്. നിരവധി പേർക്ക് പരിക്കേറ്റു. വീടും നാടും നഗരവും ഉറ്റവരെയും നഷ്ടപ്പെട്ട് നിരാലംബരായി ആയിരക്കണക്കിന് പേരാണ് ഗാസയിൽ കഴിയുന്നത്. 33,175 പേർ ഗാസയിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഒടുവിലായി പുറത്തുവരുന്ന കണക്കുകൾ. വെസ്റ്റ് ബാങ്കിൽ മാത്രം 459 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഗസയിലേക്ക് ഇസ്രായേൽ 32,000 തവണ വ്യോമാക്രമണം നടത്തി. ഇസ്രായേലിന് നേരെയുണ്ടായ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 1170 ഇസ്രായേലികളും വിദേശികളുമാണ്. എത്ര അംഗങ്ങൾ കൊല്ലപ്പെട്ടുവെന്ന് പറയാൻ ഹമാസ് തയ്യാറായിട്ടില്ലെങ്കിലും 12,000 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ പറയുന്നത്. യുദ്ധം തുടങ്ങിയതോടെ ഇസ്രായേൽ സൈന്യത്തിന് 600 സൈനികരെ നഷ്ടമായി. 260 പേർ ഗസയിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ 12 ഇസ്രായേലി സൈനികരും ആളുകളും കൊല്ലപ്പെട്ടു. ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ വ്യോമാക്രമണത്തിൽ 8 പൗരന്മാരും 10 ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് പേർക്ക് നാടും നഗരവും വിട്ട് ഓടേണ്ടി വന്നു. ഇസ്രായേലികളും വിദേശികളും അടക്കം 240ഓളം പേരെ ഒക്ടോബർ 7-ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി. ഇതിൽ 129 പേർ ഇപ്പോഴും ഗസയിൽ തുടരുകയാണ്. 34 പേർ കൊല്ലപ്പെട്ടു. 12 പേരെ ഇസ്രായേലിലേക്ക് തിരിച്ചയച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിൽ കൊല്ലപ്പെട്ടത് 359 പേരാണ്. ഇതിൽ ഹിസ്ബുള്ള അംഗങ്ങളാണ് അധികവും. 70ഓളം ലെബനികൾ കൊല്ലപ്പെട്ടു. അതിർത്തി കടന്നുള്ള ആക്രമണത്തെ തുടർന്ന് സദേൺ ലെബനനിൽ നിന്ന് ആയിരക്കണക്കിന് പേർ വീട് വിടേണ്ടി വന്നു. ഇസ്രായേലിന്റെ സിറിയയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ 23 ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്.